ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമല്ലോ ഈ ഹോം തിയേറ്റർ ബേസിക്കായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. അതിലൊന്ന് പ്രോലോജിക് ഹോം തിയേറ്ററും ഒന്ന് എക്സാക്റ്റ് ഡോൾബി DTS ആയിട്ടുള്ള ഹോം തിയേറ്റർ. നമ്മളീ പ്രൈസ് കുറഞ്ഞ ആ ഒരു റേഞ്ചിൽ വരുന്ന മിക്ക ഹോം തിയേറ്റേഴ്സും ഈ പ്രോലോജിക് ആ ഒരു മോഡിൽ ആയിരിക്കും വർക്ക് ചെയ്യുക. അതായത് അതിനകത്ത് ഡിജിറ്റൽ ഇൻപുട്ട് കണക്ടിവിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. സാധാരണയായിട്ട് USB ബ്ലൂടൂത്ത് ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലും അത് പുറത്തുനിന്നൊരു സ്റ്റീരിയോ ഓക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് 5.1 ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് സെറ്റപ്പിൽ അത് കേൾപ്പിക്കും. അതാണ് ആ ഒരു പ്രോലോജിക് 5.1 ആ ഒരു സെറ്റപ്പ്. സാധാരണ എല്ലാ സിസ്റ്റങ്ങളും വരിക എന്ന് വെച്ചാൽ നമ്മൾ ഓഡിയോ ഇൻപുട്ട്, അതായത് ഈ പാട്ടുകളും മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്റ്റീരിയോ ആയിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതും സ്റ്റുഡിയോയിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതും. അതായത് കാസറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീഡിയ ത്രൂ നമുക്ക് കിട്ടുമ്പോഴും അന്നേരം അത് സ്റ്റീരിയോ തന്നെയാണ്. അത് ഫിലിമിലൊക്കെ ആ പാട്ട് വരുമ്പോഴാണ് മൾട്ടിപ്പിൾ ചാനൽ ഓഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നോർമൽ ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിൽ ഈ പറയുന്ന ലെഫ്റ്റ് റൈറ്റ് ആ ഒരു ഓഡിയോ വന്നിട്ട് അതിനകത്തൊരു പ്രോസസ്സർ ബോർഡ് ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഇതൊരു 5.1ൻ്റെ പ്രോലോജിക് ഡീകോഡർ ബോർഡാണ്. ഇത് വസന്ത് എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രോലോജിക് ഡീകോഡർ ബോർഡാണ്. ഇത് നല്ലൊരു ബോർഡാണ്. അതായത് ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ഒരു സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 5.1 ഔട്ടാക്കി ഒരു ചെറിയ ട്രാക്കിംഗ് ഒരു സറൗണ്ടിങ് ആ ഒരു സെറ്റപ്പിലേക്ക് ഈ ബോർഡ് കൊണ്ടുവന്ന് തരും. രസമാട്ടോ ഈ ബോർഡ് കണക്ട് ചെയ്ത് ഇതിനകത്ത് പാട്ട് കേൾക്കാൻ ഒരു ചെറിയൊരു എക്കോയിഷ് ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. പാട്ട് കേൾക്കാൻ ഇച്ചിരി ദൂരെ നിന്ന് വരുന്ന പോലെയൊക്കെയുള്ള സെറ്റപ്പുകളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നല്ലൊരു ബോർഡാണ്. ഇനി ഇത് അനലോഗാണ്, നമ്മൾ മാനുവൽ കൺട്രോൾ ഉപയോഗിച്ചിട്ട് വേണം ഈ സാധനം കൺട്രോൾ ചെയ്യാനായിട്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമ്മളിതെല്ലാം റിമോട്ടിൽ ഒരു വിരൽത്തുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഇതുപോലത്തെ ഒരു 5.1 റിമോട്ട് കിറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ ഫംഗ്ഷനും നമുക്ക് റിമോട്ടിൽ കൂടെ ഇൻഡിവിജ്വലായിട്ട് ഓരോ ചാനലിൻ്റെയും വോളിയം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, ബാസ്റ്റബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യവും നമുക്ക് റിമോട്ട് ത്രൂ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഡീകോഡർ ബോർഡ് ഉപയോഗിക്കാം. ഇതിനകത്തും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് റിമോട്ട് ആണെന്ന് മാത്രം, നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ റിമോട്ടിൽ കൂടി ഇത് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിനകത്തും ഈ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ബോർഡും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ റിമോട്ട് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് മെച്ചമൊന്നും ഇതിനകത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്തും ഒരു ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് ഈ ഒരു പ്രോസസ്സർ ഇതുകൊണ്ടുള്ള FR6311 ഈ സാധനം ഒരു പണിയെല്ലാം പണിഞ്ഞിട്ട് ഒരു സറൗണ്ടിൻ്റെ ആ ഒരു സെറ്റപ്പിലേക്ക് അങ്ങ് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഈ പ്രോലോജിക് ഓഡിയോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു 5.1 പ്രോലോജിക് ആംപ്ലിഫയറിൽ ഒരുപക്ഷെ റിമോട്ട് ഇല്ലാത്തതാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബോർഡും റിമോട്ട് കിറ്റ് ഉള്ളതാണെങ്കിൽ ഇതുപോലത്തെ ഒരു റിമോട്ട് കിറ്റും 5 ആംപ്ലിഫയറും USB ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഓഡിയോ റിസീവ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മീഡിയയും കൂടി ചേർന്ന് വരുന്നതാണ് ഒരു 5.1 ആംപ്ലിഫയർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിജിറ്റൽ ഇൻപുട്ടുകളൊന്നുമില്ല, ഡോൾബി ഒന്നും ഇതിനകത്ത് വർക്കാവില്ല. ഡോൾബിക്കൊക്കെ വേറെ ഡീകോഡർ ബോർഡുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, FT003 ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഇതിനേക്കാളും വില കൂടിയ പല ബോർഡുകളും ഉണ്ട്, വില കുറഞ്ഞ ബോർഡുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും FT003 എന്ന് പറഞ്ഞ ഈ ഒരു ഇത് 5.1 ഡോൾബി DTS ഡീകോഡറാണ്. ഇത് നല്ലൊരു ബോർഡാണ്. ഒരു കംപ്ലൈൻറ്റോ ഇഷ്യൂ ഒന്നും ഇതുവരെ ഒരു പീസിന് പോലും വന്നിട്ടില്ല. ചെയ്തു കൊടുത്ത സിസ്റ്റങ്ങൾക്കൊന്നും യാതൊരു ഇഷ്യൂവും ഇതുവരെ വന്നിട്ടില്ല. അത് നല്ല കണ്ടീഷൻ ആയിട്ടുള്ളൊരു ബോർഡാണ് FT003 V2. ഇത് ഒരു പുതിയ വേർഷൻ ബോർഡാണ്. അപ്പോൾ നമ്മൾ പ്രോലോജിക് ബോർഡിൽ നിന്ന് ഒരു ഡോൾബി DTSലേക്ക് നമ്മൾ മാറുമ്പോൾ ഈ പ്രോലോജിക് ബോർഡ് എന്നോടൊപ്പം ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ റിമോട്ടിൽ നമുക്ക് ഇതിനെ സ്വിച്ച് ചെയ്ത് നമുക്ക് HDMI ഒപ്റ്റിക്കൽ കോവാക്സിലൊക്കെ നമ്മൾ അങ്ങനെ ഡോൾബി DTS നമുക്ക് കൈയിരിക്കുന്ന ഇതേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഇത് ത്രൂ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഡോൾബി നോർമൽ ആയിട്ടുള്ള ഒരു പ്രോലോജിക് 5.1 ഹോം തിയേറ്ററിനെ ഈ ബോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോൾബി DTS ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ആംപ്ലിഫയറിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാറ്റണമെങ്കിൽ എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ ഈ റിമോട്ട് കിറ്റ് പ്ലസ് ഇത്, അല്ല എങ്കിൽ ഈ ഒരു പ്രോലോജിക് ബോർഡ് പ്ലസ് ഇതിങ്ങനെ ആഡ് ചെയ്യണം. അതായത്
വസന്തിൻ്റെ ഈ ഒരു പ്രോലോജിക് ബോർഡ് തന്നെ 850 to 1000 രൂപ ആ റേഞ്ചിൽ വില വരുന്നുണ്ട്. പിന്നെ ഈ 5.1-ൻ്റെ ഈ റിമോട്ട് കിറ്റിന് 2500 രൂപ നിയറസ്റ്റ് ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെയൊക്കെ വില. അതായത് ഒരു USB ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ 5.1 ആയിട്ടുള്ള ആ സറൗണ്ടിങ് ഉണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന ബോർഡുകളൊക്കെ ഉപയോഗിച്ചേ പറ്റൂ. ക്ലിയർ അല്ലേ? സാധാരണയായിട്ട് ഡോൾബി DTS കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ FT003 ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ HDMI ഉണ്ട്, ഒപ്റ്റിക്കൽ, കോവാക്സിൽ ഒക്കെ ഇതിനകത്ത് ഇൻപുട്ട് റിസീവ് ചെയ്യാനുണ്ട്. ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് അനലോഗ് 5.1 ഔട്ട് കൊടുക്കും. ആ ഔട്ട് നമ്മളൊരു ആംപ്ലിഫയർ കൊടുത്ത്, അതായത് ഈ റിമോട്ട് കിറ്റ് ഇതിനെ സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഡോൾബി DTS ആയിട്ടുള്ള ആ അതേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഈ FT003 എങ്ങനെ കണക്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ലിങ്ക് അവിടെ മേളിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതൊന്നും അല്ല പറയാൻ പോണത്. ഇത് കണ്ടല്ലേ, ഈ വക 5.1 ഡീകോഡർ ബോർഡുകൾ അല്ലെങ്കിൽ റിമോട്ട് കിറ്റുകൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു 5.1 പ്രോലോജിക് സെറ്റപ്പ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ FT003യിലേക്ക് ഈ USB ബ്ലൂടൂത്ത് മോഡ്യൂൾ, ഇതുപോലത്തെ ഏത് USB ബ്ലൂടൂത്ത് മോഡ്യൂൾ കണക്ട് ചെയ്താലും 5.1 ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രീയാമ്പ് മാത്രമായിട്ട് ഇത് ചെയ്യുന്നവരുണ്ട്. അതിനകത്തായാലും ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഇതിനെ കൊണ്ട് നമുക്ക് 5.1 പ്രോലോജിക് ഓഡിയോ ഔട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിസ്സാര വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നമുക്കിവിടെ ഈ ടേബിളിൽ എല്ലാം സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ഓഡിയോയും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റിന് വളരെ കുറച്ച് കമ്പോണൻസ് മാത്രം മതി. എന്തായാലും FT003 നമ്മൾ ഡോൾബി ഡീകോഡർ നമ്മൾ വാങ്ങണം. അങ്ങനെ വാങ്ങുന്നവരാണല്ലോ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അതായത് നോർമൽ ഹോം തിയേറ്ററിനെ ഡോൾബി DTS ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ, അങ്ങനെ നമുക്ക് ആ പഴയ ഹോം തിയേറ്ററിനെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ സിസ്റ്റങ്ങൾ അസംബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡോൾബി DTS ആയിട്ടുള്ള രൂപത്തിൽ മാറ്റാനാണല്ലോ നമ്മൾ ഈ FT003യുടെ ഈ ഡോൾബി DTS ഡീകോഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഉണ്ട്. പിന്നെ അതിനോട് ഒപ്പം ഒരു നോർമൽ USB ബ്ലൂടൂത്ത് മോഡ്യൂൾ കണ്ടില്ലേ, ഇത് പഗാരിയുടെ ഒരു USB ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. നല്ല ക്വാളിറ്റി ഓഡിയോ ആയിട്ടുള്ള നല്ല വൈറ്റ് ഡിസ്പ്ലേ വരുന്ന നല്ലൊരു മോഡ്യൂളാണ്. അപ്പോൾ ഈ ഒരു മോഡ്യൂളോ നമ്മുടെ കൈവശമുള്ള ഏത് ടൈപ്പ് മോഡ്യൂളോ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വളരെ ചെറിയ സൈസിൽ വരുന്നുണ്ട്. ഒരു സ്റ്റാമ്പിൻ്റെ ഒക്കെ ഒരു പകുതി സൈസോളം വരുന്ന USB ബ്ലൂടൂത്ത് മോഡ്യൂളുണ്ട്. അതിനകത്ത് USB ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലൂടൂത്ത് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. അതും 5 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഇതും 5 വോൾട്ട് ആണ് ഇതും വർക്കിങ്. പിന്നെ ഈ FT003നെ വർക്ക് ചെയ്യിപ്പിക്കാണ്ട് ഒരു 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററുണ്ട്. ഇതൊരു നല്ല അഡാപ്റ്ററാണ്, 12 വോൾട്ട് 2 ആംപിയറിൻ്റെ. ഇതുപോലെയുള്ള FT003ക്ക് നമ്മൾ ഒരിക്കലും റെഗുലേറ്റർ ഒന്നും ഇട്ട് കൊടുക്കരുത്. കാരണം അതിനേക്കാളും നല്ലത് നല്ലൊരു സ്മൂത്ത് പവർ സപ്ലൈ കിട്ടുന്ന ഒരു SMPS തന്നെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് കണ്ടില്ലേ, ഒരു 6 RCA. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ ഈ FT003യിലേക്ക് ഈ ഡീകോഡറിലേക്ക് ഈ ബ്ലൂടൂത്തിനെ കണക്ട് ചെയ്തിട്ട് ആംപ്ലിഫയർ ഞാൻ ഇവിടെ ഈ ചെക്കിങ്ങിനൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ട്. ആ സ്റ്റീരിയോ ആംപ്ലിഫയറിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ RCA ഇൻപുട്ട്, അതായത് ഓക്സ് ഇൻപുട്ടിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 6 ചാനൽ ഒരു RCA സോക്കറ്റ് കൂടെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ USB മോഡ്യൂൾ ഇത് 5 വോൾട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ അഡാപ്റ്റർ ഉള്ളത് ഇത് 12 വോൾട്ടാണ്. അപ്പോൾ ഈ 12 വോൾട്ടിൻ്റെ ഈ 12 വോൾട്ടിൽ നിന്ന് നമുക്ക് USB മോഡ്യൂളിന് ആവശ്യമായിട്ടുള്ള 5 വോൾട്ട് എടുക്കാനായിട്ട് ഒരു റെഗുലേറ്റർ AC ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് CV7805 അതാണ് ഇതിൻ്റെ നമ്പർ. അതായത് 05 ആണെങ്കിൽ 78 കോമൺ ആയിരിക്കും. അതായത് പോസിറ്റീവ് റെഗുലേഷൻ ആണെങ്കിൽ, പോസിറ്റീവ് റെഗുലേറ്റർ ആണെങ്കിൽ 78 ആയിരിക്കും ഫസ്റ്റ് സീരീസ് വരുന്നത്. 05 ആകുമ്പോഴത്തേക്കും 5 വോൾട്ട് ഔട്ട്പുട്ടിൽ 5 വോൾട്ട് നമുക്കൊരു 30 വോൾട്ട് ഒക്കെ വരെ കൊടുക്കാം. 28-30 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുത്താലും ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും 5 വോൾട്ട്. 7805 ആണെങ്കിലാണ് 5 വോൾട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ വയറിംഗ് വളരെ സിമ്പിളാണ്. അതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ FT003 ഈ ഡീകോഡർ എടുത്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇതുണ്ടല്ലോ, വളരെ ചെറിയൊരു ബോർഡാണ്, കണ്ടില്ലേ.
തീരെ ചെറിയൊരു ബോർഡാണ്. ഇതിനകത്ത് HDMI IRC ഉണ്ട്, കോവാക്സിലുണ്ട്, ഒപ്റ്റിക്കലുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഡിജിറ്റൽ സ്വിച്ചിങ്, ഈ ഡിജിറ്റൽ ഇൻപുട്സ് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലത് ഇവിടെ ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇതിൻ്റെ ഓഡിയോ 5.1 ഓഡിയോ ഔട്ട് വരും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട് ഇവിടെ വരുന്നത്. പിന്നെ ഈ ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കേണ്ട പോയിൻ്റ് ഇതാണ്. പിന്നെ ഇതിനകത്തൊരു ഓക്സ് കൊടുക്കാനുള്ളൊരു പോയിൻ്റും ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽഡ് ഞാൻ പിന്നെ പറയാം. പിന്നെ ഇതിപ്പോൾ HDMI, കോവാക്സിൽ, ഒപ്റ്റിക്കൽ അങ്ങനെ അതിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്, ഒരു മാനുവൽ സ്വിച്ച്. ഈ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും HDMI അല്ലെങ്കിൽ ഒപ്റ്റിക്കലോ കോവാക്സിലോ ഇതിനകത്ത് ഏത് ഓപ്ഷനിലേക്ക് വേണമെങ്കിലും നമുക്കിത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. ഞാനൊരു വീഡിയോ ഈ FT003 ഡീകോഡിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നത്. പിന്നെ അതിൻ്റെ ഏത് സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ, ഓരോ ഇൻപുട്ടിനും ഓരോ LED ബ്ലിങ്ക് ആവും, മനസ്സിലായില്ലേ? അതിൻ്റെ ഇൻഡിക്കേഷൻ ഇപ്പോൾ HDMI IRC ആണ് കണക്ട് ചെയ്യുന്നത്. ഈ HDMIയുടെ ഈ ഒരു LED ആയിരിക്കും, ഇത് കണ്ടില്ലേ, ഇവിടെ ആയിരിക്കും ഇത് കണക്റ്റ് ആവുക. അപ്പോൾ കണക്റ്റ് ആവുന്നതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇതുകൊണ്ടല്ലേ ഇവിടുത്തെ ഈ LED ഇത് ബ്രൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പിന്നുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇതിനകത്ത് വയറിങ്, സോൾഡറിങ് ഒന്നും ഈ ബോഡി വരുന്നില്ല, എല്ലാം JST കണക്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ കാണുന്ന ഈ പോയിൻ്റ് ഇവിടെയാണ്, ഇതല്ലേ ഈ പോയിൻ്റ് ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട് 5.1 ഓഡിയോ ഔട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5.1 ഓഡിയോ ഔട്ട് ഇവിടെയാണ് വരുന്നത്. അതായത് ഇവിടെ എന്ത് കൊടുത്താലും അതിൻ്റെ ഔട്ട് 5.1 ആയിട്ട് ഇവിടെ വരും. ഇതിൻ്റെ ഔട്ട് നോക്കിയേ, ഇത് ഇവിടെയാണ്, എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തത് കണ്ടില്ലേ, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, പിന്നെ ഒരു ഗ്രൗണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് പിന്ന്, ഇതാണ് നെഗറ്റീവ് പിന്ന്. ഇതിനകത്ത് DC ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ബോഡി തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 8 മുതൽ 24 വോൾട്ട് വരെയുള്ള DC നമുക്കിതിനകത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് 8ലേക്കും പോകണ്ട, 24ലേക്കും പോകണ്ട, നമുക്കൊരു 12 വോൾട്ട് കൊടുത്താൽ മതി. അധികം വോൾട്ടേജ് കൂടുതൽ കൊടുത്താലും ഇതിൻ്റെ റെഗുലേറ്റഡ്, ഇതിനകത്ത് റെഗുലേറ്റർ ഉണ്ട്, ആ റെഗുലേറ്റർ ഹീറ്റായി പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നോർമൽ വോൾട്ട്, ഒരു 12 വോൾട്ട് 2 ആംപിയറിൻ്റെ SMPS കൊടുത്താൽ മതി. 2 ആംപിയറെങ്കിലും വേണം ഇതിന്. പിന്നെ ഇത് ഇവിടെ കൺട്രോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ കൺട്രോളിംഗ് എന്ന് വെച്ചാൽ മറ്റ് റിമോട്ട് കിറ്റുമായിട്ട് മെർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ആണ് നമ്മൾ ഈ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു പാർട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഈ ഭാഗത്ത് ഇത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു JST കണക്ടർ, ഇവിടെ നമുക്ക് ഒരു ഓക്സ് ഇൻപുട്ട് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് പുറത്തുനിന്ന് ഒരു സ്റ്റീരിയോ സിഗ്നൽ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ USB ബ്ലൂടൂത്ത് മോഡ്യൂൾ നമ്മളിതിനകത്ത് കണക്ട് ചെയ്യണത്. അതുപോലെ പുറത്തുനിന്ന് ഒരു ഓഡിയോ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഈ ഒരു ബട്ടണല്ലേ, ഈ ഒരു ബട്ടൺ ഇത് കോമൺ ബട്ടണാണ് എല്ലാത്തിനും. ഈ ഒരു ബട്ടൺ വെച്ച് നമുക്ക് ഈ മൊത്തം ബോർഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓരോ പ്രസ്സിങ്ങിനും ഓരോരോ ഓപ്ഷനായിരിക്കും സെലക്ട് ആവുക. ഇത് അടുത്ത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 നാലാമത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാ LED തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇത് ഈ ഒരു പോയിൻ്റ് ഓക്സ് ഇൻപുട്ടിലായിരിക്കും ഇത് സെലക്ഷനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റീരിയോ ഇൻപുട്ട്, ഒരു ഓക്സ് ഇൻപുട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രോസസ്സർ ആ ഓഡിയോ പ്രോസസ്സ് ചെയ്ത് ഒരു പ്രോലോജിക്ക്, അതായത് 5.1 പ്രോലോജിക്കായിട്ട് മാറ്റി നമുക്ക് എവിടെ ഈ പോർട്ടിൽ ഓഡിയോ ഔട്ട് തരും. ഈ ഓഡിയോ ഔട്ട് ഒരു ആംപ്ലിഫയറിൽ, അത് 5+1 5.1 ആണല്ലോ, അപ്പോൾ 6 ആംപ്ലിഫയർ, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, സെൻറ്റർ, സബ്, അങ്ങനെയുള്ള 6 ആംപ്ലിഫയറിലേക്ക് ഇതിൻ്റെ ഔട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ഈ ഡോൾബി DTS ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന അതിലേക്കാണല്ലോ നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്താൽ മതി. 5.1 ആയിട്ട് ആദ്യം കാണിച്ച റിമോട്ട് കിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോലോജിക് ബോർഡോ ഒന്നും ഇല്ലാതെ തന്നെ ഇത് നല്ല സൂപ്പറായിട്ട് നല്ല ക്വാളിറ്റി ഓഡിയോ, പ്രോലോജിക് ഓഡിയോ ആയിട്ട് 5.1 ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഇത്ര ചെയ്യാനുള്ളൂ. ഇത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഈ പോയിൻ്റ് അല്ലേ, ഇതാണ് ഇതിൻ്റെ ഓക്സ് ഇൻപുട്ട്. ഇവിടെ കണ്ടില്ലേ, ഓക്സ് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് ഇൻപുട്ട്, ഗ്രൗണ്ട്, റൈറ്റ് ഇൻപുട്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ USB മോഡ്യൂളിലും. ഇവിടെ നമ്മൾ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റേത് ഇവിടെ കണ്ടില്ലേ, ഈ ജാക്കിൽ ഇവിടെ നമുക്ക്
ഒരു ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ഔട്ട് കിട്ടും. അതായത് ഈ ബോർഡിൽ എന്ത് വർക്ക് ചെയ്യുന്നോ അതിൻ്റെ ഓഡിയോ ഔട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ വയർ എടുത്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഈ കാണുന്ന ഈ ഓക്സിൽ കണക്ട് ചെയ്യുക. ഇതിന് രണ്ടിനും പവർ കൊടുക്കുക. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓഡിയോ ഔട്ടിനുള്ളതും ബോർഡിനുള്ള പവർ സപ്ലൈക്കുള്ള ഈ 2 കേബിൾ മാത്രമാണ് ആവശ്യമുള്ളൂ. ഇത് വേറെ ഏതെങ്കിലും ബോർഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഈ കണക്ടർ കൊടുക്കേണ്ടത് ഇത് കണ്ടില്ലേ, ഇവിടെ 5.1 ഓഡിയോ ഔട്ടിലാണ് കണക്ട് ചെയ്യണത്. അപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്ത്, ഇത് ഓഡിയോ ഔട്ടിനുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ ഓരോ വയറും ഏതൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഈ ബ്ലാക്ക് വയറാണ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് ഈ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, ഈ 5 എണ്ണത്തിനും ഒരൊറ്റ ഗ്രൗണ്ടാണ് ഉള്ളത്. പിന്നെയാണ് ഓരോ ചാനൽ ഉള്ളത്. ഇത് സബ്, സെൻറ്റർ, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, അങ്ങനെയാണ് ഈ 6 ഔട്ടും അതിൻ്റെ കോമൺ ഗ്രൗണ്ടും. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു RCA കണക്ട് ചെയ്യുകയാണ്. ഈ RCA കണക്ട് ചെയ്യുന്നത് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഞാൻ എൻ്റെ ഒരു സ്റ്റീരിയോ സിസ്റ്റത്തിലേക്കാണ് ഈ RCA ത്രൂ ആണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. എൻ്റെ സിസ്റ്റത്തിൻ്റെ ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ സിസ്റ്റത്തിൽ സ്റ്റീരിയോ സിസ്റ്റമാണ്. അതിനകത്തുനിന്ന് വന്നേക്കുന്ന ഓക്സാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സിഗ്നൽ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 5.1 ഇതിനകത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാമല്ലോ. ഓരോന്നും നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓരോന്നും കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് 5.1 സറൗണ്ടിങ് വരുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. ആ ചെക്കിങ്ങിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നും ഈ RCA ജാക്കിലേക്ക് കണക്ട് ചെയ്യാം. ഇത് 1 2 3 4 5 6 പിന്നാണുള്ളത്. 6 പിന്നിനും കൂടി ഞാൻ ആദ്യം പറഞ്ഞൊരു കോമൺ ഇത് നോക്കി, ഇതെല്ലാം ഈ മെറ്റൽ പാർട്ട് എല്ലാം ഗ്രൗണ്ടാണ്, അതായത് നെഗറ്റീവാണ്. ഈ ഓരോ ഇതിൻ്റെ നെഗറ്റീവ് ഇത് ഇവിടുന്ന് ഇങ്ങനെ കണക്ഷൻ ഓരോ 3 ലീഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് വരുന്നത്. ഈ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ചാക്കാം. ഇങ്ങനെ ആക്കേണ്ടത് ഈ നമ്മൾ ഈ ബോർഡിൽ ആദ്യം പറഞ്ഞിരുന്നില്ലേ, ഈ ബ്ലാക്ക് വെയർ ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ എല്ലാത്തിലേക്കും കൊടുക്കാം. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെയും ഇവിടെ വരുന്ന വയറ് അതാണ് ഈ കാണുന്നത്. താഴത്തെ ലൈൻ്റെയാണ് അടുത്തത്. അപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, സെൻറ്റർ, സബ്, അങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്ത് നമുക്ക് കണക്ഷൻ കൊടുക്കാം. എന്തായാലും ഗ്രൗണ്ട് നമുക്കെല്ലാം ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ വയറുകളും ഈ ഓരോ RCAയിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഓരോ ഗ്രൗണ്ടും ഇങ്ങനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. എല്ലാ ഗ്രൗണ്ടും നമ്മൾ ജോയിൻ്റ് ആക്കി. ഇനി ഇതിൻ്റെ ബോർഡിലെ ഗ്രൗണ്ടില്ലേ, ഈ ബോർഡിലെ ഗ്രൗണ്ട് നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ഗ്രൗണ്ടുമായിട്ട് ജോയിൻ ചെയ്യാം. ഈ ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് വേറെ ഒരു ആംപ്ലിഫയറിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി ഓരോന്നും ഇതുപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീകോഡറിൻ്റെ ഓഡിയോ ഔട്ട് നമ്മൾ ഓരോ RCAയിലേക്ക് കണക്ട് ചെയ്തു. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഇതിനകത്തുനിന്നൊരു ഓഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പവർ സപ്ലൈ കൊടുക്കുക, ഇതിൻ്റെ ഓഡിയോ ഔട്ട് എടുത്ത് ഇതിൽ കണക്ട് ചെയ്യുക, ഇതിനൊരു പവർ സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതിന് ഈ ഡോൾബി ഡീകോഡറിൻ്റെ പവർ സപ്ലൈ എടുക്കാനായിട്ട് ഇത് കണ്ടത് ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്, SMPS അഡാപ്റ്ററാണ്, 12 വോൾട്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ അറ്റത്ത് ഇവിടെ ഒരു DC പിന്നാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു സോക്കറ്റ് ത്രൂ ഇതിനകത്തുനിന്ന് ഔട്ട് എടുക്കാം. അത് വെറുതെ കട്ട് ചെയ്ത് കളയണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടില്ല, ഞാനൊരു ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു DC സോക്കറ്റിലേക്ക് ഇതിങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വയറിൽ നമുക്ക് 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. ആ 12 വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് ഇത് കണ്ടില്ലേ, ഇതാണ് FT003യുടെ പവർ സപ്ലൈ പോയിൻ്റ്. കൂടെ അവരിതൊരു JST കണക്ടർ തന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് നമുക്കിതിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഈ ജാക്ക് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഈ ബ്രൗൺ കളർ പോസിറ്റീവും
ബ്ലാക്ക് നെഗറ്റീവാണ്. അത് ഓൾറെഡി ഈ ബോർഡിൽ ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് നേരെ കൊണ്ടുവന്നിട്ട് അഡാപ്റ്ററിൻ്റെ ജാക്കിലുള്ളത് ഇതിൻ്റെ ഈ ബ്രൗൺ ആണ് പോസിറ്റീവ്. ഈ ബ്രൗണിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യണം. ഇതിൽ നിന്ന് വന്നങ്ങനെ നെഗറ്റീവ് വയർ നേരെ ഈ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഇത് പ്ലഗ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീകോഡറിലേക്കുള്ള സപ്ലൈ ചെയ്യുന്നുണ്ട്. ഡീകോഡർ വർക്കാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഒരു USB ബ്ലൂടൂത്ത് മോഡ്യൂളാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു 5 വോൾട്ടും കൊടുക്കണം. ഇതിൽ നിന്ന് ഓഡിയോ ഔട്ട് എവിടെ ഇതിൻ്റെ ഈ ജാക്കിലേക്കും കൊടുക്കണം. അത് ചെയ്യാം. ഇത് കണ്ടില്ലേ, പവർ സപ്ലൈ കൊടുക്കാനായിട്ട് 7805 റെഗുലേറ്റർ IC. അപ്പോൾ ഈ നമുക്കുള്ളത് ഈ 12 വോൾട്ടാണ്. ഈ അഡാപ്റ്ററിൻ്റെ 12 വോൾട്ടാണ്. ഈ 12 വോൾട്ടിൽ ഡയറക്റ്റ് നമുക്ക് ഈ USB ബോർഡ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി 5 വോൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് 7805 റെഗുലേറ്റർ IC. ഈ റെഗുലേറ്റർ IC ഇതിന് 3 പിന്നുകളാണ് ഉള്ളത്. ഈ 3 പിന്നുകളിൽ ഇതിൻ്റെ ലെറ്റർ ഇവിടെ ഉണ്ട്. ഈ ലെറ്റർ വായിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അഭിമുഖമായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഇടതുവശത്തെ പിന്നാണ് പോസിറ്റീവ് ഇന്ന്, വലതുവശത്തെ ഔട്ട്, നടുക്കുള്ളത് ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ICക്ക് പവർ സപ്ലൈ കൊടുക്കേണ്ടത് ഏത് പവർ സപ്ലൈ ഒരു 30 വോൾട്ട് വരെയൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു 30 വോൾട്ട് പവർ സപ്ലൈ വരുമ്പോൾ പവർ സപ്ലൈ ഇൻപുട്ട് പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും കൊടുക്കുക. എന്നിട്ട് ഇത് 7805 ആണ്. അത് 5 വോൾട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ പിന്നിൽ എത്ര വോൾട്ട് ഇവിടെ വന്നാലും ഈ ഔട്ട്പുട്ടിൽ 5 വോൾട്ടേ വരുവുള്ളൂ. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ് കോമൺ ആയിരിക്കും. പവർ സപ്ലൈ വരുന്ന പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ. ഔട്ട്പുട്ട് പോകുന്നത് പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇതിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അതാണ് നേരെ കൊണ്ടുപോയി നമ്മൾ ഈ USB ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. നമുക്കതൊന്ന് ചെയ്യാം. നമുക്കൊരു ചെറിയ ഒരു ജാക്ക് ഇത് ഈ കൂടെ വരുന്നതാണ്. ഈ ജാക്ക് നമുക്ക് കണക്ട് ചെയ്യാം. കണ്ടില്ലേ, ഈ ഗ്രീൻ വയറാണ് നെഗറ്റീവ്, ഇതാണ് യെല്ലോ വയർ പോസിറ്റീവ്. ഇതിലാണ് നമുക്ക് 5 വോൾട്ട് കണക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഗുലേറ്റർ AC യൂസ് ചെയ്യണം. റെഗുലേറ്റർ ACയുടെ ആദ്യം പറഞ്ഞ പോലെ നടുക്ക് ഗ്രൗണ്ട്, റൈറ്റ് സൈഡിലുള്ളത് 5 വോൾട്ട്. അപ്പോൾ ഈ വയറുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ആദ്യം ഗ്രൗണ്ട് കണക്ട് ചെയ്യാം. 5 വോൾട്ട് ഗ്രൗണ്ട് കൊടുത്തു. ഔട്ട്പുട്ട് 5 വോൾട്ട് കണക്ട് ചെയ്തു. ഇനി വേണ്ടത് ഇൻപുട്ടാണ്. ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും 2 വയർ എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് പവർ സപ്ലൈക്ക് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ബ്രൗൺ പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആയിട്ടാണ്. നമുക്ക് സെൻറ്ററിലെയാണ് നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് അതേ പോയിന്റിലേക്ക് തന്നെ നമുക്ക് നെഗറ്റീവ് വയർ കണക്ട് ചെയ്യാം. 2 വയറും നമ്മൾ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്തു. ഇനി എൻ്റെ ഇൻപുട്ടിൽ വരുന്നത് ഈ പിന്നാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ബ്രൗൺ വയർ കണക്ട് ചെയ്യാം. ഗ്രൗണ്ടും ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഇൻപുട്ട് നേരെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഗ്രൗണ്ടും റൈറ്റ് സൈഡിലെ പിന്നുമായിട്ട് USB ബ്ലൂടൂത്ത് മോഡ്യൂൾ കണക്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു പവർ സപ്ലൈ കൊടുക്കാം. പവർ സപ്ലൈ നമുക്കൊരു 30 വോൾട്ട് വരെ കൊടുക്കാൻ കുഴപ്പമില്ല. അങ്ങനെ കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ടിൽ 5 വോൾട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആകെപ്പാടെ അതിനകത്ത് പവർ സപ്ലൈ എന്ന് വെച്ചാൽ നമ്മുടെ ഈ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന ആ ഒരു 12 വോൾട്ട് മാത്രമാണ് ഉള്ളത്. ആ 12 വോൾട്ട് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തേക്കുമായിരുന്നു. അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബ്രൗൺ ആണ് പോസിറ്റീവ്. അഡാപ്റ്ററിൻ്റെ ഈ ബ്രൗൺ ലൈനിലേക്ക് പോസിറ്റീവ് കണക്ട് ചെയ്തു. ബ്ലാക്കിലേക്കും കണക്ട് ചെയ്തു. അഡാപ്റ്ററിൽ നിന്ന് വരുന്ന 12 വോൾട്ട്, ആ 12 വോൾട്ടിൽ ഒരു പെയർ നമ്മൾ എടുത്ത് നേരെ ഡീകോഡറിന് കൊടുത്തു. അതിൽ നിന്ന് തന്നെ ഒരു പെയർ എടുത്തിട്ട് റെഗുലേറ്റർ ICയിൽ കയറിയിട്ട് USB ബ്ലൂടൂത്ത് മോഡ്യൂളിന് കണക്ട് ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതും വർക്ക് ചെയ്യും, ഇതും വർക്ക് ചെയ്യും. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇത് കണ്ടില്ലേ, ഈ പോയിൻ്റ്. ഈ ഡീകോഡർ ബോർഡിൻ്റെ ഇതാണ് ഓക്സ് ഇൻപുട്ട്, ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ്. ഇവിടത്തേക്ക് ഇതിൻ്റെ ഓഡിയോ ഔട്ട് ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യണം. ഇതുപോലെ തന്നെ ഒരു 3 പിൻ കണക്ടർ, JST കണക്ടർ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഈ നടുക്കുള്ളതാണ്
ഈ നടുക്കുള്ളത് ഗ്രൗണ്ടും മറ്റ് 2 വയറുകൾ ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ടാണ്. ഇതുപോലെ തന്നെയാണ് USB മോഡ്യൂളിൻ്റെ ബാക്ക് സൈഡിൽ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇതെല്ലാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഔട്ട്, ഓഡിയോ ഔട്ട് വരുന്നത്. നടുക്കുള്ളത് ഗ്രൗണ്ടും ഇരുവശത്തുള്ളതും ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള ഓഡിയോ ഔട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ നടുക്കുള്ള ഗ്രൗണ്ട് നേരെ കൊണ്ടുപോയി ഈ USB മോഡ്യൂളിൻ്റെ നടുവിലത്തെ പിന്നുമായിട്ട് ജോയിൻ ചെയ്യുക. അത് മാത്രം മാറിപ്പോകരുത്. ഉണ്ടോ, ഇതിൻ്റെ നടുവിലത്തെ പിന്നിലേക്ക് ജോയിൻ ചെയ്യാം. ഇത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിലേക്ക് ജോയിൻ ചെയ്തു. ഇനി ഈ ഡീകോഡറിൻ്റെ ഈ 2 വയറുണ്ട് ബോക്സ് കൊടുക്കാനുള്ളത്. അത് നമുക്ക് ഇതിൻ്റെ ഇരുവശത്ത് ലെഫ്റ്റും റൈറ്റും ആയിട്ട് കണക്ട് ചെയ്യാം. ഒരു ചാനൽ കണക്ട് ചെയ്തു, അടുത്ത റെഡ് അടുത്ത ചാനലിലേക്ക് കണക്ട് ചെയ്തു. കണ്ടില്ലേ, ഇത് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഷോർട്ടിങ് ഉണ്ടോ എന്ന് നോക്കുക. അത് വളരെ ചെറുതാണ്, സൈസ് വളരെ ചെറുതാണ്, അതിൻ്റെ പിന്നൊക്കെ വളരെ അടുത്താണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്കിത് ഷോർട്ട് ആവാണ്ട് ഈ ഒരു സ്ലീവ് ഞാൻ ആദ്യം ഇട്ടിട്ടാണ് ഇതങ്ങ് കയറ്റിയിടാം. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഷോർട്ട് സർക്യൂട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. വയറുകൾ വലിച്ചു വാരി ഇടാണ്ട് പ്രോപ്പറായിട്ട് ഒക്കെ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പവർ കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ആമ്പ് ആയിട്ട് ഉപയോഗിക്കുന്നത് ചെക്കിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇവിടെ ഒരു ചെറിയൊരു ആമ്പ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓക്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഓക്സിലേക്കായിരിക്കും നമ്മളിതിൻ്റെ ഓഡിയോ സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആമ്പ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഈ 2 RCA ഓരോ ലെഫ്റ്റ് റൈറ്റിൻ്റെ ഇൻപുട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഓരോ ചാനലിലും ഈ 6 ഓഡിയോയിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓഡിയോസ് വരണമല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്ന് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ അഡാപ്റ്റർ ഒന്ന് പവർ കൊടുക്കാം. ഓണായി. ഇത് കണ്ടോ, ഇതിനകത്ത് പവർ വന്നു. ബ്ലൂടൂത്തിനകത്തും ബ്ലൂടൂത്ത് പവർ വന്നു. ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റിലേക്കാണ്. ഒരു സോങ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഞാൻ ആമ്പിൽ ഇവിടെ ചെറുതായിട്ട് വോളിയം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും മാത്രമാണ് കണക്ട് ചെയ്തത്. ഇനി നമുക്ക് റിയർ ലെഫ്റ്റ് റിയർ റൈറ്റിലേക്ക് ഒന്ന് മാറ്റി കണക്ട് ചെയ്യാം. ഇപ്പോൾ റിയർ ലെഫ്റ്റ് റിയർ റൈറ്റ് ഒന്നൊന്ന് പ്ലേ ചെയ്യാം. പോസ് ചെയ്തു. ഇനി സെൻറ്റർ മാത്രം ഒന്ന് കൊടുത്തു നോക്കാം. ഇനി സബ് മാത്രം കൊടുത്തു നോക്കാം. സബ്ബാണ്. സൗണ്ട് ഓഡിയോ വരുന്നേ ഉള്ളൂ. സെൻറ്റർ കൂടെ കണക്ട് ചെയ്യാം.
ആക്ച്വലി ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു സ്റ്റീരിയോ ഇൻപുട്ടാണ് കൊടുത്തതെങ്കിലും 6 ചാനലിലും ഓഡിയോ വരുന്നുണ്ട്. ഇത് സറൗണ്ട് ഇങ്ങനെയുള്ള ഒരു ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള സറൗണ്ടിങ് ആ ഒരു ഫീൽ കിട്ടത്തില്ല. നല്ലൊരു പാട്ട് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. എന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം, ഒരു മലയാളം പാട്ട് ഇട്ട് നോക്കാം. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഓഡിയോ ബ്രേക്ക് ചെയ്യും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വേരിയേഷൻ മനസ്സിലാകും. ഓക്കെ, ഞാനിപ്പോൾ ബാക്കി ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റിലേക്ക് വീണ്ടും മാറ്റി കണക്ട് ചെയ്തു. ഞാൻ പോസ് ചെയ്തു. ഇനി ഇപ്പോൾ നമ്മൾ കേട്ടത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ്. ഇത് നേരെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇത് പ്ലേ ചെയ്തുകൊണ്ട് എടുക്കാം. ഞാനിത് പ്ലേ ചെയ്തിട്ട് ഈ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള റിയർ ലെഫ്റ്റ് റൈറ്റിലേക്ക് അങ്ങനെ തന്നെ എടുത്ത് കണക്ട് ചെയ്യാം. ആക്ച്വലി റിയർ സൈഡിൽ വോക്കൽ ഭയങ്കര ഡൗൺ ആയിരിക്കും, ഓർക്കസ്ട്ര ആയിരിക്കും കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് ആ ഒരു സ്റ്റീരിയോഫോണിക്ക് ആ ഒരു സൗണ്ട് കറക്റ്റാണ്. റിയർ ലെഫ്റ്റ് റൈറ്റിന് കുറച്ച് ആ വോക്കൽ അങ്ങ് ഡൗൺ ആയിട്ട് ആ ഓർക്കസ്ട്രയാണ് കയറി നിൽക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി നമ്മളിതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് എങ്കിലും ഇതിനകത്ത് നമ്മൾ ഡോൾബിയുടെ അല്ലെങ്കിൽ വേറെ ഈ HDMI ഒപ്റ്റിക്കലോ കോവാക്സിലോ ഒന്നും കണക്ട് ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ല. നമുക്കിതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്ന് മോഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതും ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ സംഭവം ഇത് വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല, പക്ക ക്ലീൻ ആണ്, നോയ്സ് ഇഷ്യൂ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, പക്ക ക്ലീൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. സത്യം പറഞ്ഞാൽ കമൻസ് എല്ലാം നോക്കി റിപ്ലൈ അയക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവും, ചില ആളുകളൊക്കെ ഓരോ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഞാൻ റിപ്ലൈ അയക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സമയം എല്ലാത്തിനും കൂടി തികയാത്തതുകൊണ്ടാണ്. മാക്സിമം നമ്മളെല്ലാത്തിനും റിപ്ലൈ അയക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും, ഇപ്പോൾ വാട്സപ്പ് ആയാലും അന്ന് തന്നെ നമുക്ക് റിപ്ലൈ അയക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്തൊരു ദിവസങ്ങളിൽ എന്തായാലും റിപ്ലൈ നമ്മൾ അയക്കും. ഓക്കെ, സമയം കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ്, ദയവായി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.